ഹായ്, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യസ് കാബൂൾ മിഷൻ ടു ബി അപ്ഗ്രേഡഡ് ടു എംബസി. സെക്കൻഡ്, the 2023 NCRB report shows rise in cyber crime and crime against tribals. Third, hydropower project on Chenab gets clearance. Fourth, killer cough syrup. ഓരോ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ത്യസ് കാബൂൾ മിഷൻ ടു ബി അപ്ഗ്രേഡഡ് ടു എംബസി. ഈ ന്യൂസിൽ എന്താന്ന് വെച്ചാൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും ഇന്ത്യയുടെ അതുപോലെ തന്നെ അഫ്ഗാന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എന്താണ് ന്യൂഡൽഹിയിൽ മീറ്റ് ചെയ്യുകയും അവിടെ പ്രധാനമായിട്ടും എടുത്ത ഡിസിഷൻ എന്താന്ന് വെച്ചാൽ കാബൂളിൽ ഇന്ത്യൻ എംബസി അപ്ഗ്രേഡ് ചെയ്യുക. അതായത് ഏപ്രിലിൽ ഏകദേശം 2021 നമ്മളുടെ ആ ഒരു എംബസി എന്താണ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പൊ ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്, അപ്ഗ്രേഡ് ചെയ്യുകയാണ് അവിടെ. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ഈ ഡെവലപ്മെന്റ് ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത്, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത് എന്താണ്, ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള എംബസി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇതൊരു ആക്റ്റീവ് എൻഗേജ്മെന്റ് ആയിരിക്കും. അതായത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഒരു ആക്റ്റീവ് എൻഗേജ്മെന്റ് ആയിരിക്കും. എന്തൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റന്റും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും റീജിയണൽ സ്റ്റെബിലിറ്റി ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്റ്റീവ് എൻഗേജ്മെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നാണെങ്കിലും എന്താണ്, ക്രോസ് ബോർഡർ ടെററിസം, ഈ ഒരു ക്രൈസിസ് രണ്ട് സൈഡിൽ നിന്നും ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഇന്ത്യയുടെ പറഞ്ഞ എന്താണ്, നമ്മൾക്ക് രണ്ട് സൈഡിൽ നിന്ന് എന്താണ് ഒരു കോപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് തന്നെ ഇതിന് മേലിൽ വേണം എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇന്ത്യയുടെ ഒരു കൺസേൺ ആണ് പാകിസ്ഥാൻ സോയിലിൽ നിന്നിട്ടുള്ള ടെറർ ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങൾ. അതായത് അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും അറ്റാക്സോ കാര്യങ്ങളോ വരുമോ എന്നുള്ള കൺസേൺ. എന്നാൽ എന്താണ്, താലിബാൻ പറഞ്ഞ എന്താണ്, നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു രീതിക്കുള്ള പ്രശ്നമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കില്ല. അതുപോലെ ലഷ്കർ ഇ തൊയ്ബ പോലത്തുള്ള ഗ്രൂപ്പുകളൊക്കെ നമ്മളുടെ അടുത്ത് നിന്ന് എന്താണ് എക്സ്പെൽ ചെയ്ത് പോയിട്ടുമുണ്ട്. അപ്പൊ നമ്മളുടെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ ടെറർ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല എന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു മീറ്റിന് എന്താണ്, ഒരു സ്ട്രാറ്റജിക് റീകാലിബ്രേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യ അനൗൺസ് ചെയ്തേക്കുന്ന ഒരു 6 ന്യൂ പ്രോജക്ട്സ് ഏതൊക്കെയാന്ന് നോക്കാം. 20 ആംബുലൻസുകൾ നൽകാന്ന്, MRI, CT സ്കാൻ മെഷീൻസ്, വാക്സിൻസ്, ക്യാൻസർ മെഡിസിൻസ്, റിലീഫ് മെറ്റീരിയൽസ് ഒക്കെ നൽകുക. അതുപോലെ തന്നെ ഈ ഡിസാസ്റ്റർ ഹിറ്റ് ഏരിയസിലൊക്കെ എന്താണ് റെസിഡൻസിനെ റീബിൽഡ് ചെയ്യാന്നുള്ളത്. അതുപോലെ ICCR ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അഫ്ഗാൻ സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യാന്നുള്ളത്. എക്കണോമിക് ആൻഡ് ട്രേഡ് കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യ അഫ്ഗാൻ എയർ ഫ്രൈറ്റ് കോറിഡോർ, അത് രണ്ട് നേഷൻസും എന്താണ് എഗ്രി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ ഡിസ്കഷനും കാര്യങ്ങളും നടക്കുകയാണ്. അതുപോലെ അഫ്ഗാനിസ്ഥാന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എന്താണ്, വാഗാ ബോർഡറിലുള്ള അതുവഴിയുള്ള ട്രേഡ് എന്താണ് ഇൻക്രീസ് ചെയ്യണമെന്നാണ്. വാഗാ ബോർഡർ എന്ന് പറയുമ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഒരു ബോർഡർ ഏരിയ ആണ്. അപ്പൊ ഇതുവഴിയുള്ള ട്രേഡ് കൂട്ടണം. അതുപോലെ US എന്താണ് ഈ ചബഹർ പോർട്ടിൽ എന്താണ് സാങ്ഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാങ്ഷൻ എന്താ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത് എന്താ ഇന്ത്യക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ എന്താണ് ട്രേഡ് ഇതുവഴി ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ അനാലിസിസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു മൂവ് സിഗ്നൽ ചെയ്യുന്നത് ഇന്ത്യ സ്ട്രാറ്റജിക് പ്രാഗ്മാറ്റിസത്തെയാണ്. ഇറ്റ് റിഫ്ലെക്ട്സ് ന്യൂഡൽഹിസ് ഇന്റന്റ് ടു സേഫ് ഗാർഡ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്, കൗണ്ടർ പാകിസ്ഥാൻ ഇൻഫ്ലുവൻസ് ആൻഡ് മെയിൻറ്റെയിൻ എ foothold in Afghan affairs. Engagement also ensures India remain to key humanitarian partner for the Afghan people. However, എന്നിരുന്നാലും എന്താണ് ഈ പറഞ്ഞ ജെൻഡർ എക്സ്ക്ലൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കൺസേൺസ് ഒക്കെ റിമെയിൻ ചെയ്യുന്നു. UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2-ലും 3-ലും 1-ലും ആണ് വരുന്നത്. ഈ ഭാഗങ്ങളൊക്കെ നോക്കാം. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. The 2023 NCRB report shows rise in cyber crime and crime against tribals. അതായത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് 2023 റിലീസ് ചെയ്തേക്കാണ്. ഒരു വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഈ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. ക്രൈം റെക്കോർഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിന്റെ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓവറോൾ ക്രൈം ട്രെൻഡ്സ് നോക്കുമ്പോൾ 2.8% ഡിക്രീസ് മർഡർ കേസുകൾ ഉണ്ടായിട്ടുണ്ട് നേഷൻ വൈഡ് ആയിട്ട് നോക്കുമ്പോൾ. ഈ മർഡർ കേസ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള ഇന്റർപേഴ്സണൽ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന കേസുകളാണ് കൂടുതലായിട്ടുള്ളത്. ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ 28.8% സർജാണ് ഉണ്ടായിട്ടുള്ളത്. 28.8% കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈമറി നോക്കുകയാണെങ്കിൽ എന്താ എത്നിക് വയലൻസ് ആണ്. മണിപ്പൂരിൽ നടന്ന എത്നിക് വയലൻസ് ആണ് ഹൈ ആണിത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഈ പറഞ്ഞ ട്രൈബൽ ഗ്രൂപ്പിനെതിരെയുള്ള ക്രൈംസ് കൂടുതൽ തന്നെയാണ്. ദ ട്രെൻഡ് അണ്ടർസ്കോർസ് ദ ഫെയിലിയർ ഓഫ് ഗവർണൻസ് മെക്കാനിസം ടു പ്രിവെന്റ് ആൻഡ് മാനേജ് കമ്മ്യൂണൽ ആൻഡ് എത്നിക് കോൺഫ്ലിക്റ്റ്. സൈബർ ക്രൈം നോക്കുകയാണെങ്കിൽ 31.2% ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രോഡ്സും അതുപോലെ ഓൺലൈൻ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനുമാണ് ഈ ഒരു ഓൺലൈൻ സൈബർ ക്രൈം ഒക്കെ ഉണ്ടായിരിക്കുന്നത്. വിത്ത് റൈസ് ഇൻ ഡിജിറ്റലൈസേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ,
policing must evolve with technological sophistication and dedicated cyber crime units. Indicates the growing challenge of digital governance and data protection. കുട്ടികൾക്കെതിരെയുള്ള ക്രൈം നോക്കുകയാണെങ്കിൽ 9.2% ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. അതിൽ 96% ഒഫൻഡേഴ്സിനും എന്താണ് വിക്ടിംസ് ആരാണെന്ന് അറിയാം. അതുപോലെ സ്റ്റേറ്റ് എന്താണ് എന്തിലാണ് പ്രയോറിറ്റി ഇനി ചെയ്യേണ്ടത്? ചൈൽഡ് സെൻസിറ്റൈസേഷനും ആൻഡ് പ്രൊട്ടക്ഷൻ മെക്കാനിസവും, അതുപോലെ എന്താണ് ഈ പോക്സോ ആക്ടിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷനും സ്റ്റേറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു സെക്ഷൽ ഒഫൻസും കൺസെൻഷ്യൽ അഡോളസെന്റ് റിലേഷൻഷിപ്പും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് കൃത്യമായിട്ട് നോക്കണം. അതായത് കൺസെഷണൽ ആയിട്ടുള്ളതും സെക്ഷൽ ഒഫൻസും തമ്മിൽ കൂട്ടി ചേർക്കലും അതെന്താ ക്രൈം റേറ്റ് കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ കേസുകൾ റെക്കോർഡ് ചെയ്യണം. ക്രൈം അഗെയിൻസ്റ്റ് വുമൺ നോക്കുകയാണെങ്കിൽ എന്താണ് 0.4% ആണ് ഓവറോൾ റൈസ്. അതായത് അധികം റൈസ് വന്നിട്ടില്ല, പക്ഷേ 14.9% എന്താണ് ഡവറി റിലേറ്റഡ് ആയിട്ടുള്ള കേസ് കൂടിയിരിക്കുകയാണ്. ഇതെന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? പാട്രിയാർക്കിക്കൽ ആറ്റിറ്റ്യൂഡ്സും ഇൻഎഫക്റ്റീവ്നെസ് ഓഫ് സോഷ്യൽ റിഫോംസും ആണ് ഇവിടെ നമുക്ക് എന്താ ഹൈലൈറ്റ് ആകുന്നത്. ഗവർണൻസ് ആൻഡ് പോളിസി ഇംപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ എന്താ ഈ പറഞ്ഞ പോലത്തെ ഈ ഒഫീഷ്യൽ ഡേറ്റ കാര്യങ്ങൾ എന്താ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യുകയും കൃത്യമായിട്ട് ആക്ച്വൽ ആയിട്ടുള്ള ഡേറ്റകൾ കിട്ടുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള പോളിസിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതുപോലെ ടൈംലിയും ട്രാൻസ്പെറന്റും ക്രെഡിബിളും ആയിട്ടുള്ള ഡേറ്റ സിസ്റ്റം ആയിരിക്കണം. എങ്കിൽ മാത്രമേ എഫക്റ്റീവ് ആയിട്ടുള്ള ക്രിമിനൽ ജസ്റ്റിസ് റിഫോംസ് ഒക്കെ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. വേ ഫോർവേഡ് നോക്കുകയാണെങ്കിൽ സ്ട്രെങ്തൻ ഡേറ്റ ഡ്രിവൻ പോളിസി ആൻഡ് ക്രൈം മാപ്പിംഗ് ടെക്നോളജീസ്, എൻഹാൻസ് കമ്മ്യൂണിറ്റി ലെവൽ അവയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാംസ്, ബിൽഡ് സൈബർ ലിറ്ററസി ആൻഡ് എക്സ്പാൻഡ് പോലീസ് സൈബർ ഇൻഫ്രാസ്ട്രക്ചർ. അതുപോലെ റിഫോം ലീഗൽ ആൻഡ് ജുഡീഷ്യൽ പ്രോസസ് ഫോർ സ്പീഡി ട്രയൽ ആൻഡ് വിക്ടിം പ്രൊട്ടക്ഷൻ. ഈ ന്യൂസിന്റെ UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2-ലും 3-ലും 1-ലും ആണ് വരുന്നത്. ഗവർണൻസ്, പൊളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റേണൽ സെക്യൂരിറ്റി ആൻഡ് ടെക്നോളജി, സൊസൈറ്റി, ഈ ഭാഗങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഹൈഡ്രോ പവർ പ്രോജക്ട് ഓൺ ചെനാബ് ഗെറ്റ്സ് ക്ലിയറൻസ്. അതായത് ചെനാബ് റിവറിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് എന്താണ് ക്ലിയറൻസ് കിട്ടിയിരിക്കുകയാണ്. അതായത് എൻവയോൺമെന്റ് മിനിസ്ട്രി അപ്പെക്സ് കമ്മിറ്റിയാണ് ഈ ഒരു ക്ലിയറൻസ് നൽകിയിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് മേജർ ഹൈഡ്രോ പവർ പ്രോജക്ട് ഓൺ ദ ഇൻഡസ് റിവർ സിസ്റ്റം ടു റിസീവ് അപ്രൂവൽ ആഫ്റ്റർ ഇന്ത്യസ് സസ്പെൻഷൻ ഓഫ് ദ ഇൻഡസ് വാട്ടർ ട്രീറ്റി. പ്രോജക്ടിന്റെ ഓവർവ്യൂ നോക്കാം. ലൊക്കേഷൻ വരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ രംബൻ ഡിസ്ട്രിക്റ്റിലാണ്. റിവർ ഏതാണ്? ചെനാബ് ആണ്. ചെനാബ് എന്ന് പറയുന്നത് ഇൻഡസിന്റെ ഒരു കീ ട്രിബ്യൂട്ടറി ആണ്. ടൈപ്പ് വരുന്നത് റൺ ഓഫ് ദ റിവർ പ്രോജക്റ്റ് ആണ്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു ലാർജ് ആയിട്ട് ഒരു വലിയ റിസർവോയറോ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഡാമോ ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ വാട്ടറിന്റെ ആ ഒരു ഫ്ലോയെ യൂട്ടിലൈസ് ചെയ്യുക. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1856 മെഗാവോൾട്ട് ആണ്. എക്സ്പെക്ടഡ് ജനറേഷൻ എന്ന് പറയുന്നത് 8000 മില്യൺ യൂണിറ്റ്സ് ആണ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് വരുന്നത് 22,000 ആയിരുന്നു നേരത്തെ. ഇപ്പൊ എന്താ 31,380 കോടി രൂപയാണ്. എക്സിക്യൂട്ടിംഗ് ഏജൻസീസ് ഏതാണ്? നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനും ലിമിറ്റഡും അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷനോട് ചേർന്നിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്രൂവൽ ആൻഡ് ക്ലിയറൻസ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ എന്താ ഒറിജിനലി അക്കോർഡഡ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഇൻ 2017 അണ്ടർ ജമ്മു കാശ്മീർ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ദ പ്രോജക്ട് ഫേസ്ഡ് ഡിലേസ് ഡ്യൂ ടു പെൻഡിങ് ഫോറസ്റ്റ് ക്ലിയറൻസ് കാരണം എന്താണ് പെൻഡിങ് ഉണ്ടായിട്ടുണ്ട്, വിച്ച് ഫോളോ എ സെപ്പറേറ്റ് റെഗുലേറ്ററി പാത്ത്. അതുപോലെ റിസീവ്ഡ് സ്റ്റേജ് 1 ഫോറസ്റ്റ് ക്ലിയറൻസ് ഇൻ സെപ്റ്റംബർ 2023 ഫസ്റ്റ് സ്റ്റേജ് ക്ലിയറൻസ് കിട്ടിയിരുന്നു. സെപ്റ്റംബർ 2025 എന്താണ് എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി റീഅഫേംഡ് ഇറ്റ്സ് ഇയർലിയർ റെക്കമെൻഡേഷൻ ആൻഡ് ക്ലിയർഡ് ദ പ്രോജക്ട്. അഡീഷണൽ അപ്രൂവൽസ് വെയർ ഗ്രാൻഡഡ് ബൈ ദ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ആൻഡ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇൻ ജൂലൈ 2025. Public hearings under the Forest Rights Act were conducted between December 2022 and February 2023. Strategic and policy significance നോക്കുകയാണെങ്കിൽ 1960 ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഈ ട്രീറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ട്രീറ്റി ആണ്. ഇതെന്താണ് റീസെന്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷമുള്ള ഒരു ഫസ്റ്റ് ക്ലിയറൻസ് ആണിത്. ഇത് മാർക്ക് ചെയ്യുന്നത് എന്താണ് സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ടുവേർഡ്സ് മാക്സിമൈസിംഗ് ഇന്ത്യസ് യൂസ് ഓഫ് ഈസ്റ്റേൺ ഇൻഡസ് റിവേഴ്സ് ആസ് പെർമിറ്റഡ് അണ്ടർ ഇൻഡസ് വാട്ടർ ട്രീറ്റി പ്രൊവിഷൻസ്. അതുപോലെ എന്താണ് യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോജക്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ് പവർ സപ്ലൈ ബൂസ്റ്റ് ചെയ്യുക ജമ്മു കാശ്മീരിലെ, അതുപോലെ റീജിയണൽ ഡെവലപ്മെന്റ് സപ്പോർട്ട് ചെയ്യുക. എൻവയോൺമെന്റൽ കൺസിഡറേഷൻ നോക്കുകയാണെങ്കിൽ റൺ ഓഫ് ദ വാട്ടർ പ്രോജക്ട്, അതായത് പ്രത്യേകിച്ച് ഡാംസോ കാര്യങ്ങളോ ഒന്നും എന്താണ് ബിൽഡ് ചെയ്യാതെ അങ്ങനെ ആ റിവറിന്റെ ഫ്ലോ
വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാന്നുള്ളത്. Ensuring mitigation of biodiversity loss and resettlement concern will be critical for sustainable implementation. Economic and development impact നോക്കുകയാണെങ്കിൽ will contribute to renewable energy generation in line with India's clean energy and climate goals, expected to improve infrastructure and employment opportunities in Jammu and Kashmir, ensures technical and financial viability and aligns with India's hydropower expansion strategy under its renewable mix. Broader implication നോക്കുകയാണെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന എന്താണ്? ജിയോപൊളിറ്റിക്കൽ അസർട്ടീവ്നെസ് ആണ്. അതായത് പോസ്റ്റ് ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഷന് ശേഷമുള്ള ബൂസ്റ്റ് ഇന്ത്യസ് എനർജി ട്രാൻസിഷൻ ത്രൂ ലാർജ് സ്കെയിൽ ഹൈഡ്രോ പവർ, ഡെമോൺസ്ട്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കോർഡിനേഷൻ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ഏജൻസീസ്, അതുപോലെ എന്താണ് reinforces Jammu and Kashmir's role as a key hydropower hub under India's Northern River Basin Development Strategy. UPSC relevance നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 3 1 വരുന്നത്. ഈ ഭാഗങ്ങൾ നോക്കാം. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. കില്ലർ കപ്പ് സിറപ്പ്. ഈ ന്യൂസിൽ പറയുന്നത് മധ്യപ്രദേശിലെ 24 കുട്ടികളാണ് ഈ ഒരു കപ്പ് സിറപ്പ്, കോൾഡ് റിഫ് എന്ന് പറയുന്ന കപ്പ് സിറപ്പ് കുടിച്ചതിന്റെ പേരിൽ എന്താണ് മരിച്ചത്. അതായത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് സിറൻ ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. ഇത് തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ ആണ്. ഈ ഒരു ഇൻസിഡന്റ് വഴി എക്സ്പോസ് ചെയ്യുന്ന എന്താണ്? ഇന്ത്യയുടെ ഡ്രഗ് ക്വാളിറ്റി കൺട്രോളും അതുപോലെ സ്റ്റേറ്റ് ലെവൽ ഓവർസൈറ്റും ഇന്റർ ഏജൻസി കോർഡിനേഷനും ഒക്കെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഈ ന്യൂസിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബറിൽ മധ്യപ്രദേശിലാണ് ഈ പറഞ്ഞ കുട്ടികളുടെ മരണം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവർക്ക് ഫസ്റ്റ് ഈ പറഞ്ഞ ഫീവറോ കോൾഡോ അങ്ങനെയൊക്കെ ആയിട്ട് ഡോക്ടറിനെ കാണുകയും ഡോക്ടർ എന്താണ് ഈ ഒരു കോൾഡ് റിഫ് എന്ന് പറയുന്ന കപ്പ് സിറപ്പ് ആയിരിക്കും പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് വൊമിറ്റിങ്, അബ്ഡോമൽ പെയിന്, സ്വെല്ലിങ്, അതുപോലെ യൂറിൻ പോകുന്നതിൽ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്ന് ഇതൊരു കിഡ്നി ഫെയിലിയറിലോട്ട് നയിക്കും. അതിനുശേഷം എന്താണ് കുട്ടികൾ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 24 കുട്ടികളാണ് മരിച്ചത്. 3 കുട്ടികൾ എന്താണ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിലാണ്. ലോക്കൽ ഹെൽത്ത് ഒഫീഷ്യൽസ് എന്താണ് ഇത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത് ഫുഡോ അല്ലെങ്കിൽ വാട്ടറോ കൊണ്ടുവന്നതാണ്. മോശപ്പെട്ട ഫുഡ് അല്ലെങ്കിൽ മോശപ്പെട്ട വെള്ളം കുടിച്ചതിന്റെയും കഴിച്ചതിന്റെയും പേരിൽ വന്നതെന്നാണ്. പിന്നീടാണ് തിരിച്ചറിഞ്ഞത്, ടെസ്റ്റ് വഴിയാണ് റിവീൽ ചെയ്തത് അക്യൂട്ട് ട്യൂബർ നെക്രോസിസ് ആണ് കാരണമെന്ന്. ഇതെന്ന് പറയുന്നത് ഒരു ടോക്സിക് കെമിക്കൽ പോയിസണിങ്ങിന്റെ ഒരു സിഗ്നൽ ആണ്. ഫാർമസിയിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഈ കോൾഡ് റിഫ് എന്ന് പറയുന്ന ഈ ഒരു സിറപ്പിൽ നിന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഈ സിറപ്പിൽ നിന്നാണ് കുട്ടികൾക്ക് ഈ അസുഖം ബാധിക്കുന്നത്. ഒക്ടോബർ 1 കൺട്രോളർ ഓഫ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ FDA, മധ്യപ്രദേശിലുള്ള ഈ ഫുഡ് കൺട്രോളിംഗ് ഏജൻസി, തമിഴ്നാടും ഹിമാചൽ പ്രദേശും ഈ 2 സ്റ്റേറ്റുകളിൽ നിന്നാണ് ഈ ഒരു കപ്പ് സിറപ്പ് എന്താണ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയും ടെസ്റ്റ് കണ്ടക്ട് ചെയ്തേക്കുന്ന ആരാണ്? തമിഴ്നാട് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനുമാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത്. അങ്ങനെയാണ് കോൾഡ് റിഫിന്റെ സാമ്പിള് കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ 48.6% ഡയത്തീലിൻ ഗ്ലൈക്കോൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ലീതേൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽ ആണ്. അതുപോലെ ഡീജിം എത്തിലിൻ ഗ്ലൈക്കോളും ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു നെഫ്രോടോക്സിക് സബ്സ്റ്റൻസ് ആണ്. അതായത് അക്യൂട്ട് ആയിട്ടുള്ള കിഡ്നി ഫെയിലിയറും ഡെത്തിലും ഒക്കെ ഇത് കാരണമാകും. ചീപ്പർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സോൾവെന്റ് ഉപയോഗിക്കുന്നു. അതായത് ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് സോൾവെന്റ് ഉപയോഗിക്കുന്നതിന് പകരം ചീപ്പായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സോൾവെന്റ് ഉപയോഗിക്കുന്നതാണ് ഇതിന് പ്രശ്നമാക്കിയത്. റെഗുലേറ്ററി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റ് എന്താണ് ഈ പറഞ്ഞ ഫാർമസി ഫെസിലിറ്റി ഫാർമ അടച്ചുപൂട്ടാനും അതുപോലെ ഈ മാനുഫാക്ചറിംഗിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനും പറഞ്ഞു. അതുപോലെ മധ്യപ്രദേശിൽ എന്താണ് 3 FDA ഒഫീഷ്യൽസിനെ സസ്പെൻഡ് ചെയ്തു. അതുപോലെ തമിഴ്നാട് ഡ്രഗ് ഇൻസ്പെക്ടേഴ്സിനെ എന്താണ് സസ്പെൻഡ് ചെയ്തു. കാരണം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇത് ചെക്ക് ചെയ്യാത്തതും ഇത് ഡിലേ ചെയ്തതും കൊണ്ടാണ്. 1000 ആശാ വർക്കേഴ്സ് ആൻഡ് 3000 ANMസിനെ മൊബിലൈസ് ചെയ്തു മധ്യപ്രദേശിൽ ഓരോ ഡോർ ടു ഡോർ സെർച്ച് ചെയ്യാനായിട്ട്. അതായത് ഈ പറഞ്ഞ കപ്പ് സിറപ്പ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു അതെല്ലാം കണ്ടെത്താൻ വേണ്ടി. ലീഗൽ ആൻഡ് അക്കൗണ്ടബിലിറ്റി മെഷേഴ്സ് നോക്കുകയാണെങ്കിൽ സേഴ്സ് ആൻഡ് ഫാർമ ഓണേഴ്സ് ജി രംഗനാഥനെ അറസ്റ്റ് ചെയ്തു ചെന്നൈയിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇത് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടർ പ്രവീൺ സോണി രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും സെക്ഷൻ 105 സെക്ഷൻ 276 പ്രകാരമാണ് ഇവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ 27 ക്ലോസ് A ഓഫ് ദ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 വിച്ച് പീനലൈസ് ദ മാനുഫാക്ചർ ആൻഡ് സെയിൽ ഓഫ് അഡൾട്രേറ്റഡ് സിസ്റ്റമാറ്റിക് ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്യുന്ന റെഗുലേറ്ററി ഫ്രാഗ്മെന്റേഷൻ നോക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ അതോറിറ്റി അതായത് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സ്റ്റേറ്റ് ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും ആണ് ഈ പറഞ്ഞ ഡ്രഗ്സ് ഒക്കെ അപ്രൂവൽ ചെയ്യുന്നത്. സെൻട്രൽ അതോറിറ്റി ആണ് ന്യൂ ഡ്രഗ്സും ക്ലിനിക്കൽ
ട്രയൽസും ഇമ്പോർട്ട്സും ഒക്കെ അപ്രൂവൽ ചെയ്യുന്നത്. സ്റ്റേറ്റ് ആണ് എന്ത് ഇതിന്റെ മാനുഫാക്ചറിങ്ങും ലൈസൻസും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. This divisions of responsibility often creates accountability gaps. Central and state inspectors are supposed to audit drugs units once every 3 years. In Tamil Nadu, no central inspection had been conducted over 6 years. 6 years ആയിട്ട് ഒരു രീതിയിലുള്ള ഇൻസ്പെക്ഷൻസോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. റിക്കറിംഗ് പാറ്റേൺ ഓഫ് ഡ്രഗ്സ് കണ്ടാമിനേഷൻ ഇൻ ഇന്ത്യ നോക്കുകയാണെങ്കിൽ 1986 മുംബൈയിൽ 14 ഡെത്ത് ആണ് ഈ ഗ്ലൈസറോൾ സിറപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായത്. 2022 നോക്കുകയാണെങ്കിൽ എന്താണ് 300ഓളം കുട്ടികളാണ് ഈ പറഞ്ഞ പോലെ DEG MEG അടങ്ങിയിട്ടുള്ള സിറപ്പുകൾ ഉപയോഗിച്ച് മരിച്ചിട്ടുള്ളത്. Despite these global warnings, India's pharmaceutical oversight remains weak and reactive, not preventive. Cost cutting and quality compromise, അതായത് ചീപ്പർ ഇൻഡസ്ട്രിയൽ ഗ്രേഡ് സോൾവൻസി യൂസ് ചെയ്യുന്നു, അതായത് ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിന് പകരം ഉപയോഗിക്കുകയും ഇത് കാരണം എന്താണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇത് കോസ്റ്റ് കുറവാണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ഭയങ്കര കുറവാണ്, പക്ഷെ ലീഡ് ചെയ്യുന്നത് എന്താണ് ടോക്സിക് കണ്ടാമിനേഷനിലോട്ടാണ്. അതുപോലെ പബ്ലിക് ഹെൽത്ത് ഗവർണൻസ് ഡെഫിസിറ്റ് നോക്കുകയാണെങ്കിൽ ഡിലേഡ് ഡിറ്റക്ഷൻ ഡ്യൂ ടു ലാക്ക് ഓഫ് സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ ട്രാക്കിംഗ് ഓഫ് prescriptions, supply chains and adverse events, absence of real-time communication between district health units, drug inspectors and laboratories. ഈ ന്യൂസിന്റെ UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GPS പേപ്പർ 2ലും 3ലും 4ലും ആണ് വരുന്നത്. ഗവർണൻസ്, ഹെൽത്ത് പോളിസി, സയൻസ് ആൻഡ് ടെക്നോളജി, എത്തിക്സ് ഈ ഭാഗങ്ങളിലാണ് വരുന്നത്. ഓക്കെ, ഈ ന്യൂസുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. താങ്ക് യു.